വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് രോഹിണി ആരാധന. ശിവപത്നി സതീദേവി പിതാവ് ദക്ഷൻ നടത്തുന്ന യാഗത്തിനെത്തിയപ്പോൾ അപമാനിതയായി. തുടർന്ന് അക്കരെ കൊട്ടിയൂരിൽ സതീദേവി തീയിലേക്ക് ചാടി ദേഹവിയോഗം ചെയ്തു. പരമശിവൻ പത്നീവിയോഗത്തിൽ തൃക്കണ്ണു തുറന്നു. തന്റെ ജഡ നിവർത്തി ഭൂമിയിൽ അടിച്ച് ഭൂതഗണങ്ങളെ അയച്ച് ദക്ഷനെ വധിക്കുകയും യാഗം മുടക്കുകയുമായിരുന്നു. തുടർന്ന് സ്വയംഭൂവായി ഉഗ്രരൂപനായി കൊട്ടിയൂർ വനത്തിൽ ഉപവിഷ്ടനായി. ശൈവകോപം തണുപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഭൂമിയെ രക്ഷിക്കാനുമാണ് വൈശാഖ മഹോത്സവം. ആദ്യം സ്വയംഭൂവിൽ ആയിരക്കണക്കിന് ലിറ്റർ നറുനെയ് അഭിഷേകം ചെയ്തു. തുടർന്ന് 10,000-കണക്കിന് ഇളനീർ അഭിഷേകം ചെയ്തു. എന്നിട്ടും ശൈവകോപം തണുക്കാത്തതിനാൽ ഇനി രോഹിണി ആരാധന 24-നാണ് ഇത് നടക്കുക. ആത്മീയമായി പ്രാധാന്യമുള്ള ആചാരമായ ആലിംഗന പുഷ്പാഞ്ജലി വൈകുന്നേരം നടക്കും. ആരാധന നടത്തുന്ന കാർമ്മികൻ പെരുമാൾ സ്വയംഭൂവിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മണിക്കൂറുകൾ മണിത്തറയിൽ കിടന്ന് സ്വയംഭൂ വിഗ്രഹത്തെ പുഷ്പങ്ങളോടെ കെട്ടിപ്പുണർന്ന് ശയനം നടത്തും. ശൈവകോപം തണുപ്പിക്കാനും പ്രപഞ്ചത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുമാണ് ഇത് ചെയ്യുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം ലോകത്തിനും പ്രപഞ്ചത്തിനും മുഴുവൻ വേണ്ടിയാണ് ഈ വിശേഷ പൂജ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്.